ശരിക്കും ഡാറ്റ പ്രോസസ് ചെയ്തിട്ടാണ് ഈ ഇൻഫർമേഷൻ എടുക്കുന്നത്. ഇപ്പം നമ്മളൊരു ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു സാധനം എയോട് പറഞ്ഞാലും എനിക്ക് ദേഷ്യമൊന്നും തോന്നില്ല. നമ്മൾ എയോട് പ്രേമിച്ചു നോക്കിയേ, വേണേൽ ഫ്ലേർട്ട് ചെയ്യും, പക്ഷെ ആ ഫ്ലേർട്ടിങ്ങിൻ്റെ ഉള്ളിൽ ഒരു വികാരവും ഇല്ല. അത് ശരിക്കും ഡേറ്റയുടെ പുറത്താണ് ഫ്ലേർട്ട് ചെയ്യുന്നത്. നമ്മൾ പോയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ അല്ല അത് ശരിയാണ്. കാരണം ഞാൻ ഒരു ടൂളിനോട് എത്ര ജനറേറ്റ് ചെയ്ത് ശരിയായപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെക്കാട്ടും ഭേദം മറ്റേതാന്ന് പറഞ്ഞപ്പോൾ പുള്ളി നൈസായിട്ട് പറയാം പോയിട്ട് വരൂ, അവിടെ കിട്ടിയില്ല ഞാൻ ഒന്നുകൂടെ സഹായിക്കാം. നമ്മളാരായി അത്രയും അത് വേണമെങ്കിൽ മനുഷ്യന് പഠിക്കാവുന്ന. നിങ്ങൾ എത്ര പ്രകോപിപ്പിച്ചോ അനങ്ങൂല. അത് ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ പോയിട്ട് എയോട് സങ്കടം പറയും, അല്ലെങ്കിൽ പരിഭവം പറയും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവർ സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ശരിക്കും മനുഷ്യന്റെ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുമെന്ന് അവർ ശ്രമിക്കുന്നത്. മനുഷ്യന്റെ ഗ്യാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അച്ഛനോട് പോയിട്ട് ചിലപ്പം പറയുമ്പം അച്ഛൻ ചിലപ്പം തെറി വിളിക്കും. അതേസമയം ഓപ്പണായിട്ട് ഇരുന്നിട്ട് ഇത് കേട്ട് സാറേ എടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്, ഇവൻ ഏയുടെ അടുത്ത് പോവില്ല. ഏയുടെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്ന മണ്ടത്തരമാണെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന രീതി എന്തായിരിക്കും അറിയോ, അതൊരു ബ്രില്യൻ്റ് ഐഡിയ, പക്ഷെ അതൊന്നും ഇങ്ങനെ തിരുത്തിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. നാച്ചുറൽ ഒന്നുമല്ല. നമ്മൾ നാച്ചുറൽ അല്ലെങ്കിലും ചില ആളുകൾക്ക് നമ്മളെ പുകഴ്ത്തുന്ന ഇഷ്ടമാണ്. നമ്മൾ പോയിട്ട് ഒരു സാധനം പറയുമ്പം കൊള്ളാടാ അത് കൊള്ളാം, പക്ഷെ ഇച്ചിരി കൂടെ മാറ്റാന്ന് പറയുന്നതും നീ പറഞ്ഞത് പൊട്ടത്തരമാണെന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. മനുഷ്യൻ പൊട്ടത്തരമാണെന്ന് മിക്കപ്പോഴും പറയും, അത് അച്ഛനും അമ്മയും ചിലപ്പം നമ്മുടെ ടീച്ചറും ഒക്കെ പറയും. ആ ഗ്യാപ്പ് ഉണ്ടല്ലോ ഫില്ലിയാണ്.